മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണം. ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ കളക്ടറേറ്റിന് മുന്നിൽ ശയന പ്രദക്ഷിണ സമരം സംഘടിപ്പിച്ചു. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് ശയന പ്രദക്ഷിണ സമരം സംഘടിപ്പിച്ചത്. ആലപ്പുഴ മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ശയന പ്രദക്ഷിണ സമരം നടത്തി. മൂന്നാം ഘട്ട സമരത്തിന്റെ ഭാഗമായാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ശയന പ്രദക്ഷിണ സമരം നടത്തിയത്. മുഹമ്മയിലെ രാജീവ് ജ്വല്ലറി ഉടമ പണിക്കാമ്പറമ്പിൽ രാധാകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ശയന പ്രദക്ഷിണ സമരം നടത്തിയത്. മോഷണക്കേസ് പ്രതിയുമായുള്ള കടുത്തുരുത്തി പോലീസിന്റെ തെളിവെടുപ്പിനിടെ ജ്വല്ലറിയിൽ വെച്ച വിഷദ്രാവകം ഉള്ളിൽ ചെന്നാണ് രാധാകൃഷ്ണൻ മരിച്ചത്. ജ്വല്ലറിയിൽ വെച്ച് രാധാകൃഷ്ണനെ കടുത്തുരുത്തി SHO മർദ്ദിച്ചുവെന്നും കുടുംബം പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക, നിരാലംബരായ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കുക, മകൻ രതീഷിന് സർക്കാർ ജോലി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആക്ഷൻ കൗൺസിൽ മൂന്നാം ഘട്ട സമരത്തിന്റെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ശയന പ്രദക്ഷിണ സമരം നടത്തിയത്. മുൻ MLA A. ഷുക്കൂർ സമരം ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും CPM നേതാവ് പോയോ? ആലപ്പുഴയുടെ MLA പോയോ? ഇല്ല. ആരെങ്കിലും ഇത് ചെയ്യണ്ടേ? ഇത് അന്വേഷിക്കണ്ടേ? എന്ത് പാതകമാണ് ഇവർ ചെയ്തത്? അവർ ചെയ്തത് മോഷണം ചെയ്ത മുതൽ വാങ്ങിയെന്നുള്ളതാണ്. മോഷണം ചെയ്ത മുതൽ റിക്കവറി ചെയ്യാൻ വരുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഞാൻ ഈ ഫീൽഡുമായി ബന്ധമുള്ള ഒരാളാണ്. എൻ്റെ കുടുംബം ഇപ്പോഴും ഈ സ്വർണ്ണ കച്ചവടത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. ഈ ആശാരിമാർ ചെയ്യുന്ന ജോലികളെ കുറിച്ച് കൃത്യമായി ബോധമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഈ കാര്യത്തിൽ കാട്ടിയ അലംഭാവം ഉണ്ടല്ലോ, മാത്രമല്ല മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു നരഹത്യയെ തന്നെയാണ്, കൊലപാതകമാണ് പോലീസ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ KK ചന്ദ്രൻ, രക്ഷാധികാരി MK ദാസപ്പൻ, TK സോമശേഖരൻ, KS സുകുമാരൻ, VV കണ്ണൻ, അനീഷ് കൊട്ടാരക്കര എന്നിവർ സംസാരിച്ചു. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരുന്നത് അന്വേഷണ പുരോഗതിയെ ബാധിച്ചിട്ടുണ്ടെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. രാധാകൃഷ്ണന്റെ കുടുംബത്തിന് നീതി കിട്ടും വരെ സമരം തുടരാനാണ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം.